പ്രഖ്യാപിച്ചു, അനൗൺസ് ചെയ്തു. എങ്ങനെ പോകുന്നു ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞപ്പോൾ? നല്ല രീതിയിലാണ് പോണത്. കഴിവതും ഒരുപാട് സ്ഥലങ്ങള് സമയമില്ലാത്തത് കൊണ്ട് ഓടിയെത്താൻ കഴിയുന്നുണ്ട്. പള്ളുരുത്തിയിലും ആമയുടെ ഭാഗങ്ങളിലും പിന്നെ തൃപ്പൂണിത്തുറയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ പോയി. ഉദയംപേരൂർ പോയി. എന്നാലും ഇവിടേക്ക് ഇനിയും പോണം. പല കാര്യങ്ങൾക്കും അവിടെയുള്ളവരെ കാണണം, കൂടെ ഇരിക്കണം. നടക്കുന്നുണ്ട്. നല്ല ഉഷാറായിട്ട് 2 ദിവസം കൊണ്ട് നടക്കുന്നുണ്ട്. ഈ പുതിയ സ്ഥാനാർത്ഥിയുടെ ഒരു അഭിമുഖം അല്ലെങ്കിൽ അതിന്റെ ഒരു ആവശ്യമില്ല ചേച്ചിക്ക്? കാരണം ആളുകൾക്ക് എല്ലാവർക്കും അറിയാം, കണ്ടിട്ടുണ്ട്, അല്ലെ അവര് വന്ന് സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആ രീതിയിൽ എങ്ങനെയാ? എനിക്കൊരു ആമുഖം വേണ്ടെന്നുള്ളൊരു ഒരു വിഭാഗം ആളുകൾ ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട്. അത് അഞ്ജലി നായർ എന്ന സിനിമ അല്ലെങ്കിൽ സിനിമയോടുള്ളൊരു ഇഷ്ടമാണ്. അതേസമയം ഒരു വിഭാഗം ആൾക്കാർ അവരുടെ ജോലി തിരക്കുകൾ കൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടും സിനിമ കാണാത്തവരുണ്ട്. അപ്പൊ നമ്മൾ തിരിച്ചറിയാത്തവരുണ്ട്. അപ്പം അവരോട് പറയുന്നത്, അവർക്ക് പലരും അവരിങ്ങനെ പറഞ്ഞു കേൾക്കും, സിനിമയിലാണോ ഈ കുട്ടി എന്ന് ചോദിക്കുമ്പം ഞാൻ പറയുന്ന ഒരു ഉത്തരം, അങ്ങനെ കാണണ്ട, സിനിമാക്കാരിയായിട്ടൊന്നും കാണണ്ട, നിങ്ങളുടെ ഒരു വീട്ടിലെ കുട്ടിയായിട്ടൊരു സാധാരണക്കാരിയായിട്ട് എന്നെ കണ്ട് വോട്ട് ചെയ്യാന്നുള്ളതാണ് ഞാൻ സംസാരിക്കുന്ന ഒരു കാര്യം. അപ്പൊ സിനിമയും ഇതും കൂടെ കൂട്ടി കലർത്തുന്നത് കൊണ്ട് അർത്ഥമില്ലല്ലോ. പിന്നെ സിനിമയുടെ കാര്യം പറഞ്ഞു വരുമ്പോ ഞാൻ ഇങ്ങനെ കോമഡി പറഞ്ഞ അതേ ദൃശ്യത്തിലെ ചതിച്ച ആളാണ്, പുലിമുരുകന്റെ അമ്മയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കോമഡി പറയുന്നവർക്കിടയിൽ ഈ ശരിക്കും ഈ 2020 എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ആ അപ്രോച്ചിനോട് തന്നെ ആളുകൾക്ക് ഒരു എക്സൈറ്റ്മെന്റ് ആദ്യത്തെ സ്റ്റേജ് മുതൽ ഉണ്ടായിരുന്നു. NDA ആയിട്ടുള്ള അലയൻസിലും അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ചയാക്കിയത്. ഒരു പുതിയ കേരളം എന്നുള്ള ഒരു ആശയം തന്നെ അത് തന്നെയാണോ ഈ 2020 NDA എന്നുള്ള ഒരു ആശയത്തിനോട് യോജിക്കാൻ? തീർച്ചയായിട്ടും നമ്മൾ പറയുന്നത് പോലെ 2020 സ്ഥാനാർത്ഥിയാണ്, NDA സ്ഥാനാർത്ഥിയാണ് എന്ന് പറയുന്ന പോലെ തന്നെ BJP-യുടെ മകളാണ്, BJP ഒരു കുടുംബമാണ്, ഞാൻ ആ കുടുംബത്തിലെയാണ് എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാര്യമാണ് എല്ലാവരുടെടുത്തും. അതുമല്ല, ഞാൻ ന്യൂസുകളിലും മറ്റുമൊക്കെ ഒരുപാട് കണ്ടു നമുക്ക് BJP-കാരുടെ പ്രതിഷേധമുണ്ട് അങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ എന്റെ എക്സ്പീരിയൻസ് ആണ് പറയണത്. ഞാൻ ഈ തൃപ്പൂണിത്തുറയില് BJP-കാരുടെ സപ്പോർട്ടുകൾ, ആ പ്രവർത്തകരുടെ അവരുടെ ഊർജം, അവരെന്നെ കൊണ്ടു നടക്കാൻ കാണിക്കുന്ന ആ ഒരു സ്നേഹം, അതെല്ലാം ഞാൻ ശരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഒരുപാട് പേര് പറഞ്ഞു ബുദ്ധിമുട്ടാണല്ലോ എല്ലാവർക്കും BJP-കാർ, ഒരു സ്ഥലത്ത് പ്രതിഷേധമുണ്ട് പക്ഷെ ആരും പറയുന്നില്ല എന്നൊക്കെ. പക്ഷെ എനിക്ക് ഇവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഒരിക്കൽ പോലും അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ 9-ാം തീയതി വരെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. മെയ് 4-ാം തീയതി വരെ ഞങ്ങൾ റിസൾട്ട് വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അതിനുശേഷം ജനങ്ങളുടെ വിധി, ദൈവത്തിന്റെ വിധി, അതിന്റെ കൂടെ നിൽക്കാനായിട്ട് ഞാൻ തയ്യാറാണ്. പൊതുവെ ഒരു UDF ചായവുള്ള ഒരു മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. കാരണം ഒരുപാട് വർഷം UDF MLA ആയിരുന്ന ആളാണ്. അത് കഴിഞ്ഞ് LDF-ഉം വിജയിച്ച മണ്ഡലമാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ആ കോട്ടയ്ക്ക് ഒരു ഇളക്കം തട്ടിയതായിരുന്നു നമ്മൾ ഈ കഴിഞ്ഞ ഒരു ഇലക്ഷൻ എന്ന് പറയുമ്പോൾ. അതിന്റെ കോൺഫിഡൻസ് ഭയങ്കരമായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ പഠിച്ചതും മനസ്സിലാക്കിയതും വെച്ചിട്ട് നല്ലൊരു എന്താ പറയുക, കോൺഫിഡന്റ് ആയിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ ഇതെല്ലാം ഈ പറയുന്ന പോലെ ആളുകളുടെ പ്രത്യേകമായിട്ടുള്ള തീരുമാനങ്ങളും നയവുമാണല്ലോ. അവര് പോകുന്ന രാഷ്ട്രീയം ഏതായിരിക്കണം, അവര് തീരുമാനിക്കേണ്ട നയങ്ങൾ ഏതായിരിക്കും, അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. നമ്മുടെ കർമ്മം നമ്മൾ ചെയ്യുക, നമ്മൾ ചെയ്യേണ്ട പ്രവർത്തികൾ നമ്മൾ ചെയ്യുക, പറയാനുള്ള കാര്യങ്ങൾ ചെയ്യുക, നമ്മൾ വിശ്വസിക്കുക. അത് മാത്രമല്ല ഇപ്പം നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് പോകുന്നതുകൊണ്ട് കാര്യമില്ല. അത് വികസനം നടക്കണം. അത് നടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിനാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്, ഞങ്ങളുടെ പാർട്ടി ആഗ്രഹിക്കുന്നത്. നടക്കട്ടെ, നമുക്കത് കാണാം. സുരേഷ് ഗോപി സാറാണ് BJP-യിലെ നമുക്ക് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ടുള്ള ആൾ. കാരണം സിനിമയിൽ നിന്നും അദ്ദേഹത്തോട് സംസാരിച്ചോ? പിന്നെ സുരേഷ് ചേട്ടനോട് സംസാരിച്ചു, BJP-യിലുള്ള മറ്റു പ്രവർത്തകരോട് സംസാരിച്ചു, പിന്നെ മേജർ രവി ചേട്ടനെയൊക്കെ പോലുള്ളവരൊക്കെ വിളിച്ചു. പിന്നെ അവരെയൊക്കെ വിളിച്ചു. എല്ലാ സൗഹൃദങ്ങളും ഇപ്പൊ രമേശ് ചേട്ടനെ പോലെയാണെങ്കിൽ എല്ലാവരുമായിട്ട് കണക്റ്റഡ് ആണ്. എല്ലാവരും നമ്മളുടെ ഫാമിലി അല്ലേ. നമ്മൾ മനുഷ്യരായിട്ട് കണ്ടാൽ മതി. അങ്ങനെ പാർട്ടി അങ്ങനെ കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. എല്ലാ പാർട്ടിയിലും സൗഹൃദമുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന വരിക, എന്താണോ ജനങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് അവർ ആലോചിച്ച് ചിന്തിച്ച് അവർ ചെയ്യട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. മകളെന്താ പറഞ്ഞ ഇലക്ഷനൊക്കെ? എല്ലാവരും ഹാപ്പിയാണ്, ഫുൾ ഫാമിലി ഹാപ്പിയാണ്, ഫ്രണ്ട്സും ഹാപ്പിയാണ്, എല്ലാവരും സപ്പോർട്ടിനുണ്ട്. ഈ സെലിബ്രിറ്റികൾ വരുമെന്നുള്ള ഒരു എക്സൈറ്റ്മെന്റും ആളുകൾക്ക് ഉണ്ട്. കാരണം ഒരു സിനിമാ താരം നിൽക്കുമ്പോൾ അവരുടെ ക്ലോസ് സർക്കിൾ എത്തിക്കുക എന്നുള്ളത്, ആ രീതിയിൽ ആരെങ്കിലും വരാനുള്ള എല്ലാവരോടും പറയും. പിന്നെ വരുന്നതൊക്കെ അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളും തിരക്കും ഒക്കെ ആണല്ലോ. അതിനൊക്കെ സാഹചര്യം അനുസരിച്ചിട്ടാണല്ലോ ഉണ്ടാവുക. നമ്മൾ എല്ലാവരോടും പറയുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യണം, കൂടെ ഉണ്ടാവണം എന്നുള്ളത്. എല്ലാവർക്കും ക്ഷണം, എല്ലാവരും വരട്ടെ, അതാണ് പറയാനുള്ളത്.